ശ്യാംരാജ്, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പറയുന്നു. BJP നോക്കൂ, BJP എന്താണ് ഇത്രയും ദിവസം പറഞ്ഞത്? ദേശമാണ്, ദേശീയ താല്പര്യമാണ് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിച്ചിരുന്ന പാർട്ടി ഇന്ന് ഏത് നിലവാരത്തിലേക്കാണ് തരം താഴ്ന്നിരിക്കുന്നത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ മുഖവുമായി ചേർത്ത്, രണ്ടുപേരുടെയും മുഖം ഒരുമിച്ച് ചേർത്ത് ഒരു പോസ്റ്റർ ഏതെങ്കിലും ഒരു BJP-കാരനല്ല, BJP-യുടെ IT സെല്ലിന്റെ തലവൻ എക്സിൽ പോസ്റ്റ് ചെയ്യാണ്. അപ്പോ എല്ലാ തരത്തിലുള്ള മര്യാദകളും ലംഘിച്ച് ഇതൊരു കേവല രാഷ്ട്രീയ വിഷയം, രാഷ്ട്രീയമായി കയ്യടി നേടാൻ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഇതുപോലെ വോട്ട് തേടാനുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമായി ചുരുക്കുക വഴി എന്തൊരു അനീതിയാണ് ഈ രാജ്യത്തോട് ചെയ്യുന്നത്? അഭിലാഷ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഞാൻ തുടങ്ങാം. അഭിലാഷെ, എല്ലാത്തരം രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ചുകൊണ്ട്, എല്ലാത്തരം ദേശീയ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ്റെ സമയത്തും രാഷ്ട്രീയപരമായിട്ടുള്ള പക്വതാപരമല്ലാത്ത വെറും കേവലമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ബേസ്ലെസ് ആയിട്ട് ചൈനയെയും പാകിസ്ഥാനെയും പിന്തുണയ്ക്കുന്ന രീതിയിൽ പറയുന്ന കോൺഗ്രസ്സാണ്. ഇതിപ്പോൾ തുടങ്ങിയതാണോ അഭിലാഷേ? ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്താ പറഞ്ഞത്? പാകിസ്ഥാനുമായിട്ടൊരു ഫൈറ്റ് ആവശ്യമില്ലാന്ന്. അതും പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തില്ലേ? അന്ന് ഞങ്ങൾ ഇതിനെതിരെ എന്തെങ്കിലും നിലപാടെടുത്തോ? ഇപ്പോൾ എന്താണ് പ്രശ്നം? ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വന്ന ഒരു സന്ദർഭം എന്താണ്? ഈ രാജു പി നായരും അതോടൊപ്പം ഇവരുടെ നേതാവ് പവൻ ഖേരയും അടക്കമുള്ള ആളുകൾ ഇരുന്നിട്ട് നുണ പറയുകയല്ലേ, പച്ച നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് ചിലപ്പോൾ കേരളത്തിലിരിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിൽ അത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ മാധ്യമങ്ങളിൽ സ്ഥിരമായിട്ട് വരുന്ന ഇവരുടെ വക്താവായിട്ടുള്ള പവൻ ഖേരയ്ക്ക് എങ്ങനെയാണ് ഈ നുണ പറയാൻ വേണ്ടി സാധിക്കുക? എസ് ജയശങ്കർ പറഞ്ഞത് എന്താണ്? അത് ഞാൻ നിങ്ങളെ വായിച്ചേപ്പിക്കാം. നിങ്ങൾക്ക് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് നിങ്ങളെ രാജു പി നേരെ വായിച്ചേപ്പിക്കാം. വി ഹാഡ് വാണ്ട് പാകിസ്ഥാൻ അറ്റ് ദ സ്റ്റാർട്ട് which is clearly the early phase after Operation Sindoor commencement. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സ്റ്റാർട്ട്, തുടക്കം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടക്കം എവിടെയാ? പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തച്ചുടച്ചപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു കോമൺ സെൻസ് വേണ്ട എൻ്റെ അഭിലാഷ് ഇവർക്ക്. അതും എത്രയോ നാളുകളായിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിൽ അതോടൊപ്പം തന്നെ വക്താവും മറ്റേ അംബാസഡറൊക്കെ ആയിരുന്ന എസ് ജയശങ്കറെ പോലെ ഉള്ള ഒരാൾ വിദേശകാര്യ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം അതും പാകിസ്ഥാനുമായിട്ട് ഫൈറ്റ് നടക്കുന്ന സമയത്ത് പാകിസ്ഥാനെ അത് നേരത്തെ ഇൻഫോം ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇവർക്ക് എന്ത് ബോധമുള്ളത്? അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ്, അതായത് എപ്പോഴാണ് ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ തച്ചു തകർത്തത് അതിനുശേഷം ഇൻഫോം ചെയ്തു എന്നേ. ഇന്ന് വിദേശകാര്യ സെക്രട്ടറി എന്താണ് പറഞ്ഞത്? അത് തന്നെയല്ലേ പറഞ്ഞേ? വിദേശകാര്യ വകുപ്പിന്റെ പാർലമെന്ററി സമിതിയിൽ ആരൊക്കെയാണുള്ളത്? അല്ല, ഞാൻ പറയട്ടെ, വിദേശകാര്യ വകുപ്പിന്റെ പാർലമെന്ററി സമിതിയിൽ ആരൊക്കെയാണുള്ളത്? ഇവരുടെ നേതാവ് തന്നെയായിട്ടുള്ള ശശി തരൂരല്ല അതിന്റെ അധ്യക്ഷൻ, ദീപേന്ദ്ര കൂടെ ഇല്ലേ ഈ കൂട്ടത്തില്? അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ് ഉണ്ടല്ലോ. അവരെന്താണ് പറഞ്ഞത്? അത്തരത്തിൽ മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് എന്താ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ട്? ഇവർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ട്. അപ്പോൾ ഇത്തരം പച്ചക്കള്ളങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് തിരിച്ചു പറയേണ്ടി വരുമെന്നേ. അപ്പോൾ ഇതൊരു സാമാന്യമായിട്ടുള്ള ഒരു ബോധത്തിന്റെ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത്. പിന്നെ ഇതിനപ്പുറത്തേക്കുള്ള പ്രശ്നം എന്താ? എന്ത് പച്ചക്കള്ളം? അതിനെതിരെ പ്രതികരണം ഉണ്ടാവുന്നേ. പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെയും ചിത്രം മോർഫ് ചെയ്തിട്ടോ? അത് എത്ര തവണയാണ്? ആരാണ് പറയുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ എത്രാമത്തെ ആരോപണമാണ് ബേസ്ലെസ് ആയിട്ടുള്ള? ഈ ഒരു സന്ദർഭം നിങ്ങൾ പറയാം അഭിലാഷേ. ഇത് ഇവർ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേന്ദ്ര സർക്കാരിന് ഇവർ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സന്ദർഭമല്ല ഇപ്പോൾ ഉള്ളത്. വരും ദിവസങ്ങളിൽ 23-ാം തീയതി 32ഓളം രാജ്യങ്ങളിൽ നമ്മുടെ MP-മാർ പോവുകയാണ്, 52 പേര് പോവുകയാണ്. അതിലിവർക്ക് എതിർപ്പുണ്ട്. അതിൽ ശശി തരൂരിൻ്റെ വിഷയത്തിൽ ഇവർക്ക് എതിർപ്പുണ്ട്. ഇനി മറ്റൊന്നും പറയാൻ വേണ്ടി ഇല്ലാത്തപ്പോഴത്തേക്ക് ചൈനയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ എന്തിനാണ് ഇവർ ഈ റഫേലിൻ്റെ കാര്യത്തിന് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്? റഫേലിനെ ഇല്ലാതാക്കിയെന്ന്, പാകിസ്ഥാനിന്റെ എയർ ഡിഫൻസ് ഉപയോഗിച്ച് ഇല്ലാതാക്കിയെന്നവർക്ക് വരുത്തി തീർക്കണം. അവിടെയാണ് പ്രശ്നം. ഇത് ചെറിയ കളിയൊന്നുമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. റഫേലിനെ പാകിസ്ഥാനിലുള്ള ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇല്ലാതാക്കിയെന്നും അതിലൂടെ ചൈനയുടെ ആയുധ കച്ചവടത്തിന് വരെ പിന്തുണ കിട്ടുന്ന രീതിയിലേക്ക് ഈ കോൺഗ്രസ്സുകാർ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എതിർക്കേണ്ടി വരുമെന്നേ.
ഇത് മാത്രമാണ്. എത്ര നാളായി ഇവർ തുടങ്ങിയിട്ട് ഈ ഓപ്പറേഷൻ? അതാണ് ഞാൻ പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുൻപും ശേഷവും സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന് ഒരു കടലാസ് ഇറക്കുകയും ശരി. ഇവരുടെ ആ കാര്യത്തിൽ എനിക്ക് ജനറൽ കൂടുതൽ സെക്രട്ടറി ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് നേരത്തെ- കേസ്? ഒരു കാര്യം എന്തിനാണ് KC വേണുഗോപാൽ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ സംഘടനാ നടപടി എടുക്കുന്നു പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇതിവർ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതാണെന്നേ. ആ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവും, ചില മറുപടികൾ പറയേണ്ടി വരും. അപ്പൊ എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾ വ്യാജമായിട്ടുള്ള കള്ളമായിട്ടുള്ള പാകിസ്ഥാനെയും ചൈനയെയും പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള അവർക്ക് അനുകൂലമാകുന്ന പ്രൊപ്പഗണ്ട പരത്താതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണ് നിൽക്കുകയാണ്.